ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായയാണ് കേട്ടോ. നമുക്ക് പാൽ ചായയുടെ പതിവില്ല, കട്ടൻ ചായ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് നമുക്കിവിടെ ആവശ്യം വരിക. അങ്ങനെ ഞാൻ ചൂടാറ്റി മക്കൾക്കുള്ളത് ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ ബൂരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ബൂരിയും ഉരുളക്കിഴങ്ങ് കറിയും. ഉരുളക്കിഴങ്ങ് കറി എന്ന് വെച്ചാൽ നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് കറി ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യമൊക്കെ ബൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഇസ്റ്റ് ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഇസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറി ചോറിലേക്ക് എടുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മളിതുപോലെ ചിക്കൻ ഉണ്ടാക്കുന്ന ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിലേക്കും ആ കറി തന്നെ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തെ കാര്യം റെഡിയായി. പിന്നെ ഒന്ന് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ, കൂടുതലായിട്ട് അങ്ങോട്ട് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കറിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള സബോള ഞാനിത് വെളിച്ചെണ്ണയ്ക്കൊന്ന് ഒഴിച്ച് സബോള ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുക്കാം. അതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് തക്കാളി പച്ചമുളകും കൂടി അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഞാൻ ചെറുതൊരെണ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതും കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികളാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണ്, പിന്നെ 1.5 ടീസ്പൂൺ തന്നെ മുളക് പൊടി. ഇത് ഭയങ്കര എരിവ് കുറവുള്ള മുളക് പൊടിയാണ് കേട്ടോ, കളറ് മാത്രമേ ഉള്ളൂ, എരിവില്ല. പിന്നെ ഇതിലേക്ക് ഇന്ന് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും. സമയത്ത് നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. പണ്ട് ഇവിടുത്തെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ മസാലയൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു കറി എന്ന് പറയുന്നത് രാവിലെ വയ്ക്കുന്ന വൈകുന്നേരം വരെ എത്താറാണ് കേട്ടോ പതിവ്. ഉണ്ടാക്കിയെടുക്കാറ് തികയാണ്ട് വന്നെങ്കിൽ മാത്രം എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്നല്ലാണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഞാൻ കുക്കറൊക്കെ ഒന്ന് വിസിലടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 വിസിലായപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ബൂരി ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബൂരിയുടെ മാവൊക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഈ കാണിച്ച് ബോറടിപ്പിക്കണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ പറയാനായിട്ട്. വേറെ നമ്മളങ്ങനെ പുറത്തേക്ക് പോക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. വല്ലപ്പോഴും ഒന്നിങ്ങനെ പോകാമെന്നല്ലാണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് വരുന്നവർക്കായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നാം. എന്നും ഇതന്നെ ഉള്ളൂ എന്നൊക്കെ ഒരു വിചാരം ഉണ്ടാവും കേട്ടോ. സത്യം പറയാമല്ലോ, നമുക്ക് ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ ഇടാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ബൂരി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൂരി ഞാൻ പ്രസ്സിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പെണ്ണൊന്ന് ചൂടായതിൻ്റെ ശേഷം ഒന്ന് തീയൊന്ന് കുറച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ തീയൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ബൂരി ഒന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ തീ കൂടുതലാണോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും മാവൊക്കെ നല്ലപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ചിലവർ പറയണേക്കെ പ്രസ്സിൽ പരത്തിയാലും നമ്മൾ വിചാരിച്ച പോലെ ഇതേപോലെ അങ്ങോട്ട് വീർത്ത് വരാറില്ല എന്ന് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോയിൽ കമൻറ്റൊക്കെ വരാറുണ്ട് കേട്ടോ, ഇത് പപ്പടമാണോ ബൂരിയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ പപ്പടം വീർത്ത് വരുന്ന പോലെ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ടല്ലോ. ആദ്യം വിചാരിച്ച് പപ്പടമായിരുന്നു, പിന്നെ മനസ്സിലായ ബൂരിയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാൻ സാധാരണ എന്നും ബൂരി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ നല്ലപോലെ ഇങ്ങനെ പൊളച്ച് വരാറൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ കുഴയ്ക്കുന്ന കുഴയുടെയും അതുപോലെ തന്നെ പൊടിയുടെ ഒക്കെ വ്യത്യാസം കൊണ്ടായിരിക്കാം കേട്ടോ. ഞാൻ എന്തായാലും സാധാരണ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് ബൂരി ഉണ്ടാക്കിയെടുക്കാറ്. നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അറിയുന്നവരെ മനസ്സിൽ ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണെന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ ബൂരിയൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് കാണിക്കുന്നില്ല, ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗം കൂടിയാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം കുറച്ച് ബൂരി ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ കറി ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ എന്തോ വീഡിയോ ഓണായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബൂരി സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി പോലത്തെ ഉരുളക്കിഴങ്ങ് കറി അതും സെറ്റായിട്ടുണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ തുറന്ന് കിടക്കണ കാരണം കൊണ്ട് ഒരു പ്രാവശ്യം നമ്മുടെ പ്രാവും കൂട് അടക്കം ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഇവിടെ എന്തെങ്കിലും ഒന്ന് മറയ്ക്കണം എന്നുള്ളത്. കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സേഫ്റ്റി എന്ന രീതിയിൽ ഇങ്ങനെ
അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു പച്ചനെറ്റ് മേടിച്ചത് അവിടെ അങ്ങനെ കെട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കാരണത്തിന് ഒരു കുറവുണ്ടാവില്ല ഈ പുല്ല് പറിക്കൽ. എന്നും ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് പണി. പിന്നെന്താ പറയുക, മക്കളാണ് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റൂല കേട്ടോ. ഈ പച്ചകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് കുഞ്ഞു കുഞ്ഞു കൊതു അത് കടിച്ചിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ വേദനയും ചൊറിച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ചും പാത്തോസിന് കൈമലൊക്കെ ഇങ്ങനെ പൊന്തി വരും. അവളോട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ കേൾക്കുന്നില്ല കേട്ടോ. പിന്നെ മറ്റവർ രണ്ടുപേരും പുറത്തേക്ക് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൾ ഒറ്റയ്ക്ക് എന്തായാലും അകത്തിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഇതേ ഞാനവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നലത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ സ്കൂളില്ലാത്ത ഒരു ബസ് സമരമൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സുഡാപ്പിയുടെ കാലുമ്മത്തെ നഖം പോയ കാര്യം. ഇന്ന് രാവിലെ മൊത്തത്തിൽ ആ നഖം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി കട്ട് ചെയ്ത് ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട്. ഇല്ലയെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നതനുസരിച്ച് അവിടെ ഇവിടെ തട്ടി വേദന വരുള്ളൂ. അപ്പോൾ പിന്നെ ഡോക്ടർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് പോരും, ഇപ്പോൾ മരുന്ന് വെച്ച് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ വെച്ച് കെട്ടി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം വെളുത്തപ്പോൾ അത് മൊത്തത്തിൽ അങ്ങോട്ട് പോന്നു. അപ്പോൾ പോന്നപ്പോൾ തന്നെ ആൾക്കൊരു ഉഷാറായിട്ടോ. മറ്റേത് ആൾക്ക് പേടിയായിരുന്നു, എവിടെയെങ്കിലും തട്ടുമോ വലിയോ എന്നൊക്കെയുള്ളൊരു പേടിയാണ്. രാത്രി ഒന്നും പുതപ്പ് പുതക്കാണ്ടാണ് കിടക്കാട്ടോ പേടിച്ചിട്ട്. തണുത്ത് വിറച്ചാലും ആൾ പുതപ്പ് പുതക്കില്ല. ഞാൻ എന്നിട്ട് പിന്നെ കാലങ്ങനെ കെട്ടി കൊടുത്തിട്ട് പുതപ്പ് വെച്ച് കൊടുക്കാറാണ് പതിവ് ആൾ ഉറങ്ങി കഴിയുമ്പോൾ കേട്ടോ. പിന്നെ എന്തായാലും സമാധാനമായി ആ ഒരു കാര്യത്തിൽ. അത് എന്തായാലും നഖം പോകുന്നതോടുകൂടി എവിടെയും തട്ടും അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ടല്ലോ. പിന്നെ ഞാൻ എന്തായാലും പുല്ലൊക്കെ മൊത്തത്തിലൊന്നും പറിച്ചിട്ടില്ല കേട്ടോ. വലിയതൊക്കെ ഒന്ന് ജസ്റ്റ് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ മുറ്റമൊക്കെ ഒന്ന് ചെറിയൊരു എന്താ പറയുക മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേത് എന്താ പറയുക, മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ചെടീനേക്കാളും കൂടുതലായിട്ട് വരിക പുല്ലായിരിക്കും കേട്ടോ. അതിപ്പോൾ ഞാൻ ആദ്യം നേരത്തെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഞാൻ അവിടെ വേറെ വോയിസ് കൊടുത്ത കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാൻ വഴിയില്ല, എന്നാലും ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഇതേ ഞാനിവിടെ വേഗം കുറച്ചൊക്കെ ഒന്ന് അടിച്ച് കൂട്ടി അങ്ങോട്ട് വാരി കളയാലും കേട്ടോ. എന്നിട്ട് വേണം ബാക്കിയുള്ളതും കൂടി ഒന്ന് വൃത്തിയാക്കാൻ വെച്ചിട്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇത് നടക്കില്ല വെച്ചാൽ പാത്തൂസ് ഇപ്പം തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. പിന്നെ ഈ കിടക്കുന്ന തേക്കല്ല കേട്ടോ, കവുങ്ങിൻ്റെ കൊമ്പൊക്കെ ഇനി ഒന്ന് ബാക്കിലേക്ക് കൊണ്ടുവിടണം. ഇനി ഇവിടെ ഇട്ടിട്ടും കാര്യമില്ല, നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ അത് നാശമായി, നമ്മൾ ചീണ്ടെടുക്കുമ്പോൾ മൊത്തത്തിൽ പൊട്ടി പൊളിഞ്ഞ് പോവാണ് കേട്ടോ, പറ്റുന്നില്ല. അപ്പം എന്തായാലും അത് കൊണ്ടിടണം. പിന്നെ ഇത് അത്യാവശ്യം കുറച്ച് പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ സൈഡിലായിട്ട് ഞാൻ ചെമ്പരത്തി കുത്തി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അഥവാ ഇനി ഇത് നെറ്റൊക്കെ കുറേ കഴിയുമ്പോൾ അങ്ങോട്ട് നാശമായി പോയാലും ചെമ്പരത്തി ഇപ്പം തന്നെ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയത്ത് അങ്ങനെ പിടിച്ചോളം വെച്ചിട്ട് അങ്ങനെ ഞാനിതവിടെ ചെമ്പരത്തിയുടെ കൊമ്പ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലുള്ള തന്നെയാണ് കേട്ടോ വെള്ളച്ചെമ്പരത്തി, അതിൻ്റെ കൊമ്പാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആരുടെ കയ്യിലൊന്നും അല്ല കേട്ടോ ഫോൺ ഇരിക്കുന്നത്, നമ്മുടെ ഹാങ് ചെയ്തിട്ടുള്ള ചെടിച്ചട്ടിമേലാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ കറങ്ങും. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും വട്ടം കറങ്ങിയില്ല, ഒരു സൈഡിലേക്ക് പോവും, ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരും, ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അടുത്ത ശരിയാവില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അവനിങ്ങനെ ഫോണിങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് പേടിയാണ്, ഫോൺ വീഴോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പം അങ്ങനെ അന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ, കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വരാം.